C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കേസ് തോറ്റ് ജയിലിലേക്ക് പോയാ എന്റെ ഇളയ മകള് അനാഥയായി പോയല്ലോ എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ അവിടെ ഒരു സന്തോഷമുണ്ട്. തന്നെ പോലൊരു സാത്താന്റെ മുഖം പിന്നെ കാണേണ്ടി വരില്ലല്ലോ എന്ന സന്തോഷം. ഇവരൊരിക്കലും നന്നാവില്ലല്ലോ വക്കീൽ സാറേ. നന്നാവില്ല. ഇനി കുറെ നാള് ജയിലിൽ കിടക്കട്ടെ, അപ്പ നന്നാവായിരിക്കും. ഡോക്ടറോ? മാഡം പോയപ്പോ എന്നെ മോള് വിളിച്ചിരുന്നു. മോൾക്ക് ഒരു സമാധാനമില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴോ ആരെയും കാണാനില്ല. വീട് പൂട്ടിക്കിടക്കുന്നു. ഇടയ്ക്ക് ഞാൻ മോളെ വിളിച്ചിരുന്നു. അവള് പുറത്താ ഉള്ളത്. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇന്ന് കോടതി വിധി വന്നില്ല. കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. അതുകൊണ്ട് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റി. മാഡത്തിന് വേണ്ടി ആരാ ഹാജരായത്? ഞാൻ തന്നെ. എന്താ? എനിക്ക് വേണ്ടി ഞാൻ തന്നെയാ ഹാജരായതെന്ന്. മാഡം എന്തൊക്കെയായി പറയുന്നത്? എന്റെ ഇളയ മോള് വക്കീലാവാൻ പഠിക്കുക. അവളുടെ അച്ഛൻ പേരെടുത്തൊരു വക്കീലാണ്. പിന്നെ വീടിനകത്ത് എപ്പോഴും വാദപ്രതിവാദങ്ങളാണല്ലോ. അതുകൊണ്ട് അത്യാവശ്യം വകുപ്പ് നിയമങ്ങളൊക്കെ എനിക്ക് നല്ല വശ. ശരിക്കും മാഡം തന്നെയാണോ മാഡത്തിന് വേണ്ടി വാദിച്ചത്? അതെ. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ എന്റെ നിരപരാധിത്വം ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തി. എന്നാലും കോടതി വിധി അനുകൂലമാവോന്ന കാര്യം സംശയ. കാരണം എനിക്കെതിരെ ആ സദാനന്ദനും മോനും കൊണ്ടുവന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ പേരെടുത്ത ഒരാളാ. ആരെയാ സദാനന്ദനും മോനും വിലക്കെടുത്തത്? ഡോക്ടർക്ക് അറിയാവുന്ന ഒരാള് തന്നെയാ. മാഡത്തോട് ശത്രുതയുള്ള ആരെങ്കിലും ആണോ? അതെ, എന്റെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാ. അതാരാ മാഡം? ഇന്നലെ കുട്ടികളുടെ അച്ഛൻ എന്നെ ഒരുപാട് സ്നേഹിച്ചു. അത് കണ്ടിട്ട് ദിയമോള് ചോദിച്ചു അച്ഛൻ അമ്മയുടെ കേസ് ഏറ്റെടുത്തൂടെ എന്ന്. പക്ഷെ ഞാൻ റിക്വസ്റ്റ് ചെയ്തില്ല കേട്ടോ. എന്നാ ഇന്നലെ എന്തുകൊണ്ടോ ഒരുപാട് ആഗ്രഹിച്ചു പോയി. എന്റെ കുട്ടികളുടെ അച്ഛൻ എന്റെ കേസ് വാദിച്ചിരുന്നെങ്കിലെന്ന്. വിജയകുമാർ വക്കീൽ കോടതിയിലുണ്ടായിരുന്നോ? പിന്നെ അങ്ങേര് വാദിക്കുന്ന കേസിൽ അങ്ങേരില്ലാതിരിക്കുവോ? എന്താ? അതെ, അഡ്വക്കേറ്റ് വിജയകുമാർ എന്ന ക്രിമിനൽ ലോയർ തന്നെയായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. മാഡം, സ്റ്റേറ്റ് മറ്റൊരു വക്കീലിനെയായിരുന്നു നിയോഗിച്ചിരുന്നത്. പക്ഷേ സദാനന്ദന്റെ പണവും സ്വാധീനവും കൊണ്ട് സമയത്ത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയത് അഡ്വക്കേറ്റ് വിജയകുമാറാണ്. ജഡ്ജ് വാദിഭാഗം വക്കീലിനെ വിളിച്ചപ്പോ ഐ ആം ദ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നും പറഞ്ഞ് കുട്ടികളുടെ അച്ഛൻ വരുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞ കോടതിയില് കുഴഞ്ഞു വീഴാതിരിക്കാൻ ഞാൻ പാടുപെട്ടു. ഒരു നിമിഷം എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കോടതിയിൽ ഒരേ പ്രകടനമായിരുന്നു. മുമ്പ് കാർത്തിയുടെ വിഷയത്തില് ഞാൻ സാക്ഷി പറയാൻ പോയപ്പോ എന്നെ കോടതിയിലിട്ട് പൊരിച്ചില്ലേ? എന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പറഞ്ഞില്ലേ? അതുപോലെ ഇന്നും പറഞ്ഞു. എന്നിട്ട് മാഡമോ? ഞാനും വെറുതെ ഇരുന്നില്ല. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാനും പറഞ്ഞു. കോടതിയിൽ പറയേണ്ടതും പറയേണ്ടാത്തതുമായ എല്ലാം. മാഡം കേസ് ജയിക്കുവോ? ഇപ്പൊ എനിക്കും മാഡം ഈ കേസ് ജയിക്കണമെന്ന് വാശിയായി. അങ്ങനെ വാശി പിടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല ഡോക്ടർ. കേസ് ജയിക്കണമെങ്കിൽ സാക്ഷിമൊഴികൾ അനുകൂലമായിട്ട് വരണം. ഇവിടെ ഒരു സാക്ഷി വന്നു. അവൻ പറഞ്ഞത് കോടതി വിശ്വസിക്കാൻ സാധ്യതയില്ല. ഷാപ്പ് കത്തുന്ന സമയത്ത് അവൻ അവിടെ ഇല്ലായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാ ഇപ്പോഴും ഷാപ്പ് കത്തിച്ചവൻ പുറത്താ. അവനെ കോടതിയിൽ പ്രസന്റ് ചെയ്തിട്ട് അവനെ കൊണ്ട് കള്ളസാക്ഷി പറയിപ്പിച്ച ഞാൻ പെട്ടത് തന്നെ. എന്നുവെച്ചാ കള്ളുഷാപ്പ് കത്തിക്കാൻ ഉത്തരവിട്ടത് ഞാനാണെന്ന് അവൻ പറഞ്ഞ വിധി എനിക്കെതിരാവും. വല്ലാത്തൊരവസ്ഥയാണല്ലോ. അതെ, ഞാനൊരിക്കലും കള്ളുഷാപ്പ് കത്തിക്കാൻ പറഞ്ഞിട്ടില്ല, പൊളിക്കാനാ പറഞ്ഞിട്ടുള്ളത്. എന്നെ ഓവർടേക്ക് ചെയ്തിട്ടാ അവരനധികൃതമായിട്ട് കള്ളുഷാപ്പ് കത്തിച്ചത്. അത് സദാനന്ദന്റെ അതിബുദ്ധിയായിരുന്നു. നാളെ നടക്കാവുന്ന കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ട് അയാൾ മനഃപൂർവ്വം ചെയ്യിച്ചതാ. എല്ലാം വരുന്ന പോലെ വരട്ടെ.
എന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല. ദൈവത്തിന്റെ കോടതിയിൽ എന്റെ ഭാഗമാ ശരി. ആ, ഡോക്ടർ അകത്തേക്ക് വരൂ. വരൂ. ഇല്ല മാഡം, പോയിട്ട് അത്യാവശ്യമുണ്ട്. ഞാൻ വിളിച്ചോളാം. ഉം. ആ ശരി. ഇയാളേക്ക് എന്തിനാ ദിയ അച്ഛാന്ന് വിളിക്കുന്നത്? ഇന്നലെ ദിയ എന്തുമാത്രം സന്തോഷിച്ചെന്ന് എനിക്കറിയാം. ഞാൻ മാത്രമല്ല ജഗേട്ട, എന്റെ അമ്മയും ചേച്ചിയൊക്കെ ഒരുപാട് സന്തോഷിച്ചതാ. ജീവിതത്തിൽ ആദ്യമായി ഞങ്ങളെയൊക്കെ അച്ഛൻ പരിഗണിച്ചെന്നൊരു തോന്നലായിരുന്നു. എന്നാ അതിന് പിന്നിൽ ഇങ്ങനൊരു ചതിയുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ദിയയുടെ അമ്മയ്ക്ക് വലിയ സങ്കടമായി കാണുമല്ലോ. ഞാൻ കാണാതെ അമ്മ കരയുന്നത് ഞാൻ കണ്ടു. അങ്ങനെ കണ്ണീര് വരില്ല എന്റെ അമ്മയ്ക്ക്. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോഴേ അമ്മയുടെ മനസ്സ് പെടയാറുള്ളൂ. എന്തായാലും ദിയയുടെ അമ്മ അസാമാന്യ ധൈര്യം കാണിച്ചത്. ഒരു വക്കീലിനെ പോലും വെക്കാതെ കേസ് സ്വന്തമായിട്ട് വാദിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ജയിക്കണമെന്നുണ്ട്. അമ്മ അച്ഛന്റെ മുന്നിൽ തോക്കാൻ പാടില്ല ജഗേട്ട. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇന്ന് അമ്മ കോടതിയിൽ നിറഞ്ഞാടിയെങ്കിലും തിരികെ വന്നപ്പോ അത്ര വലിയ ആത്മവിശ്വാസമൊന്നും പ്രകടിപ്പിച്ചില്ല. അതുപോലെ തന്നെ അച്ഛൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് ശിക്ഷ കിട്ടുമെന്ന്. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ ജയിലിൽ പോയി കാണേണ്ടി വരും. ഏയ്, താൻ കരയുവാണോ? കോടതി പരമാവധി ശിക്ഷ വിധിക്കുവാണെങ്കിൽ ഒരു 10 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെ ഒരു വിധി അമ്മയ്ക്ക് വന്നാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ജഗേട്ട. എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അറിയില്ല. ആ കേസിനെ പറ്റി ഒന്ന് വിശദമായിട്ട് പിന്നീട് ദിയ എനിക്കൊന്ന് പറഞ്ഞു തരണം. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെ പറ്റിയും പറയണം. ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റിയാലോ? സദാനന്ദനെ മോനെയും കൊണ്ട് ഒരു രക്ഷയില്ല ജഗേട്ട. അവരെ മാളത്തിൽ ഒളിക്കുമെന്ന് തോന്നുന്നില്ല. എന്റെ അമ്മയെ തറ പറ്റിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത് നടക്കുക. ചിലർക്ക് ജീവൻ തിരിച്ചു കൊടുത്താൽ അങ്ങനെയാ. അവരൊരിക്കലും അടങ്ങി ഒതുങ്ങി ജീവിക്കില്ല. പിന്നെ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ വീട്ടിനകത്ത് തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.